പോസ്റ്റൽ വോട്ട് തിരുത്തുന്നത് സംബന്ധിച്ച സഖാവ് ജി സുധാകരൻ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദമായി എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ പോലും ചെയ്തിരിക്കും. 1989 നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും കൊല്ലത്തിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്താണ് തെളിയിക്കുക, ആരെയാണ് ശിക്ഷിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അത് വലിയ ചോദ്യമാണ്. സുധാകരൻ സഖാവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തറയിൽ നിന്ന് ഒരു അല്പം പിന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാനിങ്ങനെ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഒരല്പം ഭാവന കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് പരിപൂർണമായും സത്യമല്ല എന്ന രീതിയിലാണ്. ഈ ഭാവന അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അത് വെറും ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മുൻ മന്ത്രിയോ മാത്രമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയും കൂടിയാണ്. അപ്പോൾ കവികൾക്ക് ഭാവന അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഭാവന പുഷ്കലനായ സഖാവ് സുധാകരൻ NGOമാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഭാവിയിലേക്ക് ഗുണകരമായി തീർന്നേക്കാവുന്ന രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനം നടത്തി എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞത് മാറ്റി നിർത്തിയിട്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഈ പോസ്റ്റൽ വോട്ട് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് അതിൽ തന്നെ നല്ലൊരു ഭാഗം NGO യൂണിയൻകാരായിരിക്കും, അല്ലെങ്കിൽ CPMനോട് അനുഭവമുള്ള ഗസറ്റഡ് ഓഫീസർമാരുടെ സംഘടനയായിരിക്കും. ഇവരുടെയൊക്കെ പോസ്റ്റൽ വോട്ട് അതാത് ഓഫീസുകളിൽ പോയി NGO യൂണിയൻകാർ തന്നെ കളക്ട് ചെയ്ത് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ച് അത് പിന്നീട് വരണാധികാരിക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല, പക്ഷെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പാർട്ടി സഖാക്കളായ NGO യൂണിയൻകാരായ സഖാക്കൾ തന്നെ ചിലപ്പോൾ വോട്ട് എതിർകക്ഷിക്ക് മാറ്റി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സുധാകരൻ അതാണ് പറഞ്ഞത്. KB ദേവദാസും വക്കം പുരുഷോത്തമനും തമ്മിൽ മത്സരിക്കുമ്പോൾ 15% സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വോട്ട് വക്കത്തിന് ചെയ്തു. ആ വോട്ടാണ് ഇവർ മാറ്റി ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സംഭവ്യമാണ്. ഇത് കവറ് പൊളിച്ച് നോക്കുകയും നമ്മുടെ സഖാവിന് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയും അല്ലാത്ത വോട്ടുകൾ കീറിക്കളയുകയും ചെയ്യുന്ന സംവിധാനം ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടേ നിലവിലുള്ളതാണ്. സുധാകരൻ സഖാവ് പറഞ്ഞില്ലെങ്കിൽ പോലും അതാണ് പാർട്ടിക്കാർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് താരതമ്യേന നിസ്സാരമാണ്. കാരണം ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 10,000-ങ്ങളായിരിക്കും, അല്ലെങ്കിൽ ലക്ഷങ്ങളായിരിക്കും. ഇപ്പോൾ ഈ എറണാകുളം മണ്ഡലത്തിൽ തന്നെ ഹൈബിയിടം ജയിച്ചത് ഏതാണ്ട് 2.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. അപ്പോൾ 10 100 അല്ലെങ്കിൽ 10 500 പോസ്റ്റൽ വോട്ടുകളിൽ കൃത്രിമം നടത്തിക്കൊണ്ട് LDF സ്ഥാനാർത്ഥിക്ക് പ്രത്യേകിച്ച് ഒരു മേന്മയും കിട്ടാൻ പോകുന്നില്ല. അസംബ്ലി മണ്ഡലത്തിൽ പോലും സാധാരണഗതിയിൽ ഇത് ബാധിക്കില്ല. അവിടെയും ഭൂരിപക്ഷം 1000-ങ്ങൾ ആയിരിക്കും, അല്ലെങ്കിൽ 10,000-ങ്ങളായിരിക്കും. അതുകൊണ്ട് അതും വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കുകയില്ല. പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യത്യാസം മാർജിൻ വളരെ കുറവാണെന്ന് വിചാരിക്കുക. 10 വോട്ടിനും 15 വോട്ടിനൊക്കെ ജയിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പോസ്റ്റൽ വോട്ടല്ല, ഓരോ വോട്ടും നിർണായകമാവും. അപ്പോഴാണ് ഇതിൽ വ്യത്യാസം വരിക. അതും ഈ പോസ്റ്റൽ വോട്ട് തിരുത്തുന്നതിനേക്കാൾ എളുപ്പമുള്ള വേറൊരു വിദ്യയുണ്ട്. അത് പണ്ട് ബാലറ്റ് പേപ്പറായിരുന്ന കാലത്ത് വോട്ടെണ്ണാൻ നിൽക്കുന്നതും NGO യൂണിയൻകാർ തന്നെയാണല്ലോ. കോൺഗ്രസിൻ്റെ ഈ ബൂത്ത് ഏജൻറ്റുമാർ ഈ കാര്യത്തിലൊക്കെ കുറച്ച് ഉദാസീനത പുലർത്തുന്നവരാണ്. അവർ പലരും കാതറുപ്പായൊക്കെ ഇട്ട് അവിടെ വന്ന് ഇരിക്കുകയുള്ളൂ. വോട്ടെണ്ണുന്നിടത്ത് കംപ്ലീറ്റ് നിയന്ത്രണം NGO യൂണിയൻകാർക്കായിരിക്കും. അവരെന്തെന്ന് വെച്ചാൽ ഈ എതിർ പാർട്ടിക്ക് കിട്ടിയ വോട്ട് കുറച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിൽ ചേർത്ത് കെട്ടും. അങ്ങനെ കെട്ടുകൾ എണ്ണുമ്പോൾ അവസാനം നമ്മുടെ സ്ഥാനാർത്ഥി ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പാസ്സായി പോകും. ഞാൻ 2 ഉദാഹരണങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നത് പറയാം. ഒന്ന് 1982 നിയമസഭാ തെരഞ്ഞെടുപ്പ് എൻ്റെ വോട്ടെണ്ണൽ നടക്കും. എറണാകുളം മഹാരാജാസ് കോളേജാണ് വോട്ടെണ്ണൽ വേദി. എറണാകുളം മണ്ഡലത്തിൻ്റെയും തൊട്ടടുത്ത പള്ളുരുത്തി മണ്ഡലത്തിൻ്റെയും വോട്ടുകൾ മഹാരാജാസ് കോളേജിലാണ് എണ്ണുന്നത്. പെട്ടെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി എറണാകുളത്ത് ജയിച്ചായിട്ടുള്ള പ്രഖ്യാപനം വരുന്നു. ആ കൗണ്ടിംഗ് ബൂത്തിലിരുന്നിരുന്ന കോൺഗ്രസ്സുകാരെല്ലാവരും ആവേശഭരിതരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇവർ തിരിച്ചു വരുമ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണ്. തിരിച്ച് വന്ന് ഏറ്റവും അവസാനം വോട്ടെണ്ണി തീരുമ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ LDF സ്ഥാനാർത്ഥി പീതാംബരം മാസ്റ്ററാണ്. പീതാംബരം മാസ്റ്റർ 16 വോട്ടിന് ജയിച്ചായിട്ട് വരണാധികാരി പ്രഖ്യാപിച്ചു. വെറും 16 വോട്ട്. അപ്പോൾ ഈ NGO യൂണിയൻകാർ എത്ര കൃത്രിമം നടത്തിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ആ വോട്ട് രണ്ടാം എണ്ണിയിരുന്നെങ്കിൽ UDF സ്ഥാനാർത്ഥി ഈപ്പൻ വർഗീസ് ജയിക്കുമായിരുന്നു. ഈപ്പൻ വർഗീസിന് സ്വന്തമായിട്ട് കൗണ്ടിംഗ് ഏജൻറ്റുമാരുണ്ടായിരുന്നില്ല.
അദ്ദേഹം കോൺഗ്രസ്സുകാരൻ ഈ കാര്യത്തിന് വേണ്ടി ആശ്രയിച്ചത്. കോൺഗ്രസ്സുകാരാണ് ഈ നിരുത്തരവാദപരമായിട്ട് പെരുമാറിച്ചു. വോട്ടിന് കഴിഞ്ഞപ്പോൾ ആ പീതാംബരൻ 16 വോട്ടിന് ജയിച്ചു. ആ സമയത്ത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു അപേക്ഷ എഴുതിയിട്ട് റീകൗണ്ടിന് കൊടുത്തെങ്കിൽ റീകൗണ്ട് ചെയ്തത്. പക്ഷേ ഈ ബൂത്ത് ഏജൻറ്റുമാരായിരുന്ന കൊഞ്ഞാണന്മാർക്ക് ശരിക്കും ഒരു അപേക്ഷ എഴുതി കൊടുക്കാനും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ അവരങ്ങനെ ഒരു കണ്ടിജൻസി ആ സമയത്ത് പ്രതീക്ഷിച്ച് കാണില്ല. ഏതായാലും റീകൗണ്ട് നടന്നില്ല. പിന്നീട് ഇപ്പം വർഗീസ് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നടത്തി. പക്ഷേ ഹൈക്കോടതിയും രണ്ടാമത് എണ്ണാനായിട്ട് കൽപ്പിച്ചില്ല. ഈ ടെൻഡയുടെ വോട്ട് മാത്രമേ എണ്ണി. അവസാനം പീതാംബരൻ്റെ ഭൂരിപക്ഷം 12 വോട്ടായിട്ട് കുറഞ്ഞു. അപ്പോഴും വിജയ് അദ്ദേഹം തന്നെയായിരുന്നു. അടുത്ത 5 കൊല്ലം അദ്ദേഹം തന്നെ നിയമസഭയിൽ പള്ളുരുത്തി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അതുപോലെ ഈ 1996 തെരഞ്ഞെടുപ്പിൽ TH മുസ്തഫ കുന്നത്തുകാട് മത്സരിക്കുമ്പോൾ പോസ്റ്റൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ മുസ്തഫയുടെ എതിർ സ്ഥാനത്ത് MP വർഗീസാണ്. വർഗീസിന് 60 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി പോസ്റ്റൽ വോട്ടിൽ. യൂണിയൻകാരധികവും CPMകാരാണ്. അവർ CPM സ്ഥാനാർത്ഥിക്ക് കൂട്ടി. മറ്റേ പെട്ടിയിൽ വന്ന വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ, ബാലറ്റ് എണ്ണി കഴിഞ്ഞപ്പോൾ മുസ്തഫയ്ക്ക് 3 വോട്ടിൻ്റെ ലീഡാണ് കിട്ടിയത്. അവിടെയും യൂണിയൻകാർ തന്നെയാണ് എണ്ണിയത്. ഈ ശരിയായ രീതിയിലുള്ളൊരു അപേക്ഷ എഴുതി കൊടുക്കാനായിട്ട് മുസ്തഫയ്ക്കോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കോ സാധിച്ചില്ല. അതുകൊണ്ട് വരണാധികാരി റീകൗണ്ട് നിരാകരിച്ചു. കിട്ടിയ വോട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ 57 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ MP വർഗീസ് ജയിച്ചായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. മുസ്തഫ വീണ്ടും റീകൗണ്ടിന് വേണ്ടിയിട്ട് ഈ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. റീകൗണ്ട് ചെയ്തെങ്കിൽ മുസ്തഫ ജയിച്ചാണ്. പക്ഷേ റീകൗണ്ട് ചെയ്യണ്ടേ. അതുമാത്രമല്ല, അതിനിടയ്ക്ക് വേറെ തമാശയും കൂടി ഉണ്ടായി. ഇടയ്ക്ക് ഒരിക്കൽ ഈ കുന്നത്തുകാട് മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിൽ കൂടി കാറിൽ സഞ്ചരിക്കുമ്പോൾ റോഡുകളൊക്കെ നന്നാക്കിയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു MP വർഗീസ് MLA അതിൻ്റെ ഭാഗമായിട്ട് റോഡ് നന്നാക്കിയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു എന്താ വെച്ചാൽ വർഗീസ് കേട്ടത് തന്നെ ഉറപ്പാണ് ഈ വോട്ട് റീകൗണ്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത് തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ അദ്ദേഹം തോറ്റുപോകും എന്നുള്ള കാര്യം. അതുകൊണ്ട് രണ്ടാമത് തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ ജനങ്ങൾക്ക് ഒരു അനുഭവം തോന്നാൻ വേണ്ടിയിട്ടാണ് റോഡ് നന്നാക്കിയത്. ഏതായാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷവും സംഭവിച്ചില്ല. ഹൈക്കോടതി ഈ ഇലക്ഷൻ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പിലും മുസ്തഫ തോറ്റു, കേസിലും മുസ്തഫ തോറ്റു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ചെറിയ വോട്ട് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അവർ എണ്ണി തോപ്പിച്ചളയും. അപ്പോൾ യൂണിയൻകാർക്ക് ഇങ്ങനെ പല അനുഗ്രഹ ശക്തികളുമുണ്ട്. പോസ്റ്റൽ വോട്ടിൽ വേണമെങ്കിൽ ചെയ്യും. ഇനിയൊരു CPMകാരനായ ഈ ഒരു ഉദ്യോഗസ്ഥനാണ് വരണാധികാരിയെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഇവരെ ഗസറ്റ് ഓഫീസർമാരായിരിക്കും മിക്കവാറും വരണാധികാരി. വേണമെങ്കിൽ ഈ കൗണ്ടിങ് ഓഫീസർക്ക് സാധുവായ വോട്ടുകൾ അസാധുവാക്കാൻ സാധിക്കും, അസാധുവായ വോട്ടുകൾ സാധുവാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ കള്ളവോട്ട് ചെയ്യുന്നതിൽ ഒരു പാർട്ടിക്കാരും മോശക്കാരൊന്നുമല്ല കേട്ടോ. കോൺഗ്രസ്സുകാരും പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ കള്ളവോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. CPMകാരെ തോൽപ്പിക്കാൻ ആ കലയിൽ ആർക്കും സാധിക്കില്ല. മരിച്ചുപോയ ആളുകൾക്ക് ഇപ്പോഴും വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ വോട്ടർ ID കാർഡില്ലാത്ത കാലത്ത് കള്ളവോട്ടിൻ്റെ 9ാം ഉത്സവമായിരുന്നു. കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കള്ളവോട്ട് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ അത് ജോർജ് ഈഡൻ, അത് ഹൈബി ഈഡൻ്റെ പിതാവ് MLA സ്ഥാനം MP ആയിട്ട് പോയപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു. അതേ തുടർന്ന് എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കള്ളവോട്ടൊക്കെ ചെയ്തു. ലിനോ ജേക്കബായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഒരു കോൺഗ്രസ്സുകാരൻ കള്ളവോട്ട് ചെയ്ത് എത്ര വോട്ട് ചെയ്യും? 2 വോട്ട് ചെയ്യും, അതിൽ കൂടുതലില്ല. അതേസമയത്ത് ഒരു CPMകാരൻ കള്ളവോട്ട് ചെയ്താൽ എത്ര വോട്ട് ചെയ്യും? അപരിമിതമാണ്. 6 7 വോട്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആലുവയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നും പള്ളുരുത്തിയിൽ നിന്നും പറവൂരിൽ നിന്നൊക്കെ വന്ന DYFIക്കാർ, യുവാക്കളോട് യുവതികളുമുണ്ട്. കൃത്യമായിട്ട് കാലത്ത് രാവിലെ വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്ത് തന്നെ ഐശ്വര്യമായിട്ട് വന്ന് കള്ളവോട്ട് ചെയ്തു. എന്നിട്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചു, ലീനോ ജേക്കബ് തോറ്റു. അല്ലാതെ എറണാകുളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എളുപ്പമല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ സെബാസ്റ്റ്യൻ പോളിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. CPMകാർ വ്യാപകമായി കള്ളവോട്ട് ചെയ്തുകൊണ്ടും കൂടിയാണ് ഞാൻ ജയിച്ചത്. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മുമ്പ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഏറെക്കുറെ വലിയ വ്യത്യാസമില്ലാതെ നടക്കുന്നത്. ഈ ബാലറ്റ് പേപ്പർ പോയി യന്ത്രം വന്നുകൊണ്ടാണ് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ വോട്ടെണ്ണലിൽ നടത്താൻ പറ്റാതെ വന്നത് എന്ന് മാത്രമേ ഉള്ളൂ.
കണ്ണൂർ ജില്ലയുടെയൊക്കെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പാർട്ടിക്കാരല്ലാത്ത ആൾക്കാർക്ക് പോളിംഗ് ബൂത്തിൽ ഇരിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നിട്ടും കെ സുധാകരൻ എങ്ങനെ ജയിക്കുന്നു, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെ ജയിക്കുന്നു, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എങ്ങനെ ജയിച്ചു, ഇപ്പോൾ ഷാഫി എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പഴയ പോലെയല്ല. പാർട്ടിക്ക് വേണ്ടി കള്ള വോട്ട് ചെയ്യാൻ പോകുന്ന സഖാക്കൾ വരെ എതിർ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യുന്ന കാലം വന്നു. അതുകൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജി സുധാകരൻ പറഞ്ഞാൽ സത്യം എത്രയുണ്ട്, ഭാവന എത്രയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇതാണ്. ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ എല്ലാ പാർട്ടിക്കാർക്കും ചെയ്യാൻ താല്പര്യമുണ്ട്. കോൺഗ്രസ്സുകാർ സ്വഭാവേന അലസന്മാരായതുകൊണ്ട് ചെയ്യുന്നില്ല. ലീഗുകാർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കോട്ടകളിലൊക്കെ അവരുടെ നില വളരെ ഭദ്രമാണ്. അതുകൊണ്ട് കള്ളവോട്ട് ചെയ്തില്ലെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കും. ബി ജെ പിക്കാർ കള്ളവോട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എത്ര വോട്ട് ചെയ്താലും അവരുടെ സ്ഥാനാർത്ഥി ജയത്തിൻ്റെ അടുത്ത് പോലും എത്തുകയില്ല. വന്നിട്ടും പോയിട്ടും ഇതുകൊണ്ട് ഗുണമുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ ശേഷിയും ശേമുഷിയും ഉള്ളൊരു കൂട്ടർ സി പി എംകാരാണ്. അവർ ഈ കലയിൽ അദ്വിതീയരാണ് താൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.